ദിവ്യയ്ക്ക് പകരക്കാരി. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തു. വോട്ട് ചെയ്യാൻ ദിവ്യ എത്തിയില്ല. മാധ്യമങ്ങൾക്ക് കളക്ടറുടെ വിലക്ക്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി കെ രത്നകുമാരിയെ തെരഞ്ഞെടുത്തു. പി ദിവ്യ രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. പി ദിവ്യ വോട്ട് ചെയ്യാൻ എത്തിയില്ല. UDFിലെ ജൂബിലി ചാക്കോയെ 7-നെതിരെ 16 വോട്ടുകൾക്കാണ് രത്നകുമാരി പരാജയപ്പെടുത്തിയത്. ADMന്റെ വിവാദ യാത്രയപ്പ് യോഗം നടന്നിട്ട് 1 മാസം തികയുന്ന ദിവസമാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ കെ രത്നകുമാരി LDF പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായും UDFിലെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസിലെ ജൂബിലി ചാക്കോയുമാണ് മത്സരിച്ചത്. ഉച്ചയോടെ കളക്ടറുടെ സാന്നിധ്യത്തിൽ പുതിയ പ്രസിഡന്റ് അധികാരമേൽക്കും. അതേസമയം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മാധ്യമങ്ങളെ കളക്ടർ വിലക്കിയത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരുന്നു. കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയനാണ് മാധ്യമങ്ങളെ വിലക്കിയത്. വ്യാഴാഴ്ച രാവിലെ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാൻ ജില്ലാ പഞ്ചായത്ത് ഹാളിലെത്തിയ മാധ്യമപ്രവർത്തകരെ പോലീസ് തടഞ്ഞു. വരണാധികാരിയായ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്നാണ് പോലീസ് പറഞ്ഞത്. ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുവാദമില്ലാതെ ജില്ലാ പഞ്ചായത്ത് ഓഫീസിനുള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല എന്നാണ് പോലീസ് പറഞ്ഞിരുന്നത്. നേരത്തെ ഇത്തരം തടസ്സങ്ങളില്ലായിരുന്നു. പഞ്ചായത്തിന് പുറത്ത് വലിയ സുരക്ഷയും ഒരുക്കിയിരുന്നു. അതേസമയം ജില്ലാ പഞ്ചായത്ത് അംഗമായ പി ദിവ്യയെ വോട്ടെടുപ്പിന് എത്തിയിരുന്നില്ല. ദിവ്യ സ്ഥലത്തെത്തിയാൽ പ്രതിഷേധവുമായി UDFും BJPയും രംഗത്തെത്തുമെന്ന സൂചനയുണ്ടായിരുന്നു. അതേസമയം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട രത്നകുമാരിക്ക് അഭിനന്ദനങ്ങളുമായി പി ദിവ്യ രംഗത്തെത്തി. ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും നിർവഹണ ഉദ്യോഗസ്ഥരുടെയും കൂട്ടായ്മയും സൗഹാർദ്ദവുമാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ വിജയം. കണ്ണൂർ ജനതയ്ക്ക് അഭിമാനിക്കാൻ 4 വർഷം കൊണ്ട് നേടിയ നേട്ടങ്ങൾ നിരവധിയാണെന്ന് അവർ ഫേസ്ബുക്കിൽ കുറിച്ചു.